നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരയ്ക്കാത്ത ഒരു തക്കാളി കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയൊന്നും അരയ്ക്കാത്ത ഒരു നാടൻ രുചിയിലുള്ള ഒരു തക്കാളിക്കറി, ഒരു സിമ്പിളായിട്ടുള്ള ഒരു തക്കാളിക്കറി കേട്ടോ. അപ്പം അത് നമുക്ക് ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ കറിയാണ്. അപ്പം അതിനായിട്ട് ഞാനൊരു കടായി വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. കുറച്ച് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു ചെറിയൊരു കറി, അതിന് വേണ്ടി ബാക്കി ഞാൻ ചെയ്തത് ഇവിടെ ഞാനൊരു 10 ചെറിയ ഉള്ളിയും ഒരു 3 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് പൊട്ടട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കടുക് പൊട്ടി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഞാൻ ഉള്ളിയൊക്കെ ഒരു ചെറിയ ഉള്ളിയൊക്കെ ഒരു 2 പീസൊക്കെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 2-3 തക്കാളി ഉണ്ടെങ്കിൽ, കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തനി നാടൻ രുചിയിലുള്ളൊരു കറിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ സ്ത്രീകളാവുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ കറി ചിലപ്പോൾ തികയാതെയൊക്കെ വരും, ചില സമയങ്ങളിലൊക്കെ വരാം നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കിത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കറികൾക്കൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു നാടൻ രുചിയിലുള്ള കറി അല്ലെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ടേസ്റ്റിയാണ്, സിമ്പിൾ കറി കേട്ടോ. അപ്പം ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ ഇത് വഴറ്റിയതിന് ശേഷം ഞാൻ ആ തക്കാളി അതിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തക്കാളി നന്നായി ഫ്രൈ ചെയ്യണോട് കൂടി തന്നെ അത് കുക്കും ആവും. അപ്പം അത്രയ്ക്ക് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. മസാലകൾ, അതായത് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു പച്ചമണം മാറണ വരെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായി ഫ്രൈ ചെയ്ത് കുക്കായിട്ട് വരണം, അതുവരെ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് കുക്കാവണം. ആ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അത് കുക്കാവാൻ വേണ്ടി നമ്മളൊരു ലിഡ് വെച്ച് അടയ്ക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്കാക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടോ. ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലിക്വിഡായിട്ട് വേണമെന്ന് വെച്ചാൽ ആ ഫോമിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് കരിവേപ്പില അതിൻ്റെ മുകളിൽ തൂവിയിടുക, കണ്ടില്ലേ? അതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും മുകളിൽ തൂവുക. അപ്പോൾ അതോടെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളിക്കറി ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബായ്.